സമയം സന്ധ്യ കടന്ന് രാത്രിയിലേക്ക്. കോളനിക്കാർ കഴിഞ്ഞ 2 ആഴ്ചയായി ഉറങ്ങിയിട്ടേയില്ല. സ്ത്രീകൾ പതിവിലും നേരത്തെ ഭക്ഷണമുണ്ടാക്കുന്നു. പണിക്ക് പോയവർ സന്ധ്യയാകും മുമ്പേ വീട്ടിലെത്തുന്നു. പിന്നെ ഉണ്ടാക്കിയതും കഴിച്ച് കിടക്കാനുള്ള പായയും എടുത്ത് പുറപ്പെടും. ബ്ലാക്ക്മാനെ പേടിച്ച് മുളകൂട്ടിക്കെട്ടി ഒരു കോണിയും കോളനിക്കാർ ഉണ്ടാക്കി. മൂത്തവർ മുതൽ ഇളയവർ വരെ വരിവരിയായി വീടിന്റെ ടെറസിലേക്ക്. എപ്പോഴും വീടിന്റെ മുകളിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? വരുമെന്ന് പറയുന്ന ബ്ലാക്ക്മാനെ കത്ത് സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറും ഉറക്കമൊഴിഞ്ഞ് കൂടെയുണ്ട്. ഞങ്ങളെ ഒന്ന് കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് പിടിക്കാൻ കിട്ടിയില്ല. നാട്ടുകാരുടെ വിളി കാരണം പോലീസിനും ഉറക്കമില്ല. പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും നാട്ടുകാർ പറയും, ഇവിടെ ഉണ്ടായിരുന്നു, ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. മാവോയിസ്റ്റുകളെ പിടിക്കാൻ തിരുവനന്തപുരത്തു നിന്നെത്തി കാടും കണ്ട് കാറ്റും കൊണ്ടുപോയ തണ്ടർബോൾട്ടിന്റെ സംഘത്തെ ഇനി ബ്ലാക്ക്മാനെ പിടിക്കാൻ വേണ്ടിയും ഇറക്കേണ്ടി വരുമോ എന്തോ. കാര്യം പറയുമ്പോ ചിരിച്ചും പോവും, പക്ഷെ സങ്കടം കൊണ്ട് കരഞ്ഞും പോവും. ക്യാമറമാൻ ഷമീർ മച്ചിങ്ങലിനൊപ്പം നിഷാന്ത്, മാതൃഭൂമി ന്യൂസ്, വയനാട്.